ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സൂപ്പറായിട്ട് അടിപൊളിയായിരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മൾ വീക്കിലി ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പം പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു നെസ്റ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ലുലുവും സെഫാരി മാളും നെസ്റ്റും ഒക്കെ അടുത്തടുത്താണ്. എല്ലാം നമുക്ക് നമ്മളെ വീടിന്റെ അടുത്തടുത്ത് തന്നെയാണ് അതെല്ലാം. അപ്പൊ നമ്മളിപ്പോ പോകുന്ന നെസ്റ്റോയിലേക്കാണ്. അവിടെ തന്നെ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതുപോലത്തെ ഹൈപ്പർ മാർക്കറ്റ്സ് എല്ലാം ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ച് വലിയതായിട്ട് ഒന്നും ഇവിടെ ഇല്ല. നാട്ടിലെ പോലെ തന്നെയാണ്. ഫിഷും ചിക്കനും മറ്റു ഫുഡ് ഐറ്റംസും റോസ്റ്റ് ഐറ്റംസും എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് ഞാൻ അവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം ഇവിടെ എപ്പോഴും തിരക്കാണ്. വർക്കിംഗ് ഡേയ്സ് ആയിക്കോട്ടെ വീക്കെൻഡ് ആയിക്കോട്ടെ എപ്പോഴും തിരക്കാണ്. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിക്കുകയാണ് എവിടെയാണ് ഒരു സ്ഥലം ഉള്ളതെന്നുണ്ട്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ നെസ്റ്റോയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ നെസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജ്വല്ലറീസ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് സെക്ഷൻസ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്രോസറി സെക്ഷനിലോട്ടേക്കാണ് പോയത്. അപ്പോൾ അമലേട്ടൻ വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങയൊക്കെ നോക്കുകയാണ്. കാരണം ഞങ്ങൾ എപ്പോഴും ഇവിടുന്ന് ചിരകിയ തേങ്ങയാണ് വാങ്ങാറ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വാങ്ങുകയാണ്. വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ അമലേട്ടനാണ് നോക്കി വാങ്ങുന്നത്. അമലേട്ടനാകുമ്പോൾ ഒക്കെ നോക്കി കേടൊന്നും ഇല്ലാത്ത നല്ല ഐറ്റംസ് നോക്കി അമലേട്ടൻ സെലക്ട് ചെയ്തെടുക്കും. ഞാനാകുമ്പോൾ ഒന്നും കാര്യമായിട്ട് നോക്കാറൊന്നുമില്ല. അപ്പം അമലേട്ടനാണ് എപ്പോഴും ഇതൊക്കെ നോക്കി ചെയ്യാറ്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വാങ്ങിയ പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എല്ലാം അതിൻ്റെ വെയിറ്റൊക്കെ മെഷർ ചെയ്ത് ഒരു സ്റ്റിക്കർ ഒടിച്ച് നമ്മൾ വാങ്ങാനുണ്ട്. അപ്പോൾ അമലേട്ടൻ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫിഷിൻ്റെയും ചിക്കൻ്റെയൊക്കെ സെക്ഷനിലോട്ടൊക്കെ പോവുകയാണ്. കാരണം വീക്കെൻഡൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളിതൊക്കെ വാങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രോസൺ ചെയ്ത ചിക്കൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ചിക്കനൊക്കെ വാങ്ങാൻ വേണ്ടി അവരുടെ അടുത്ത് നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അവരോട് പറയുകയാണ്. ഇന്നത്തെ ക്വാണ്ടിറ്റിയിൽ ചിക്കൻ വേണമെന്നൊക്കെ അവരോട് പറയുകയാണ്. അപ്പോൾ അവരതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അവർ ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് വരെ എടുക്കും അതൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊക്കെ കൊടുത്തു. ഇത് ഫിഷിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഫിഷൊന്നും വാങ്ങിയിട്ടില്ല. കാരണം എനിക്ക് ഫിഷിനോട് ഇത്ര താല്പര്യമില്ല. ഇവിടെ എല്ലാ ഫിഷും കിട്ടും. നാട്ടിൽ കാണുന്ന എല്ലാ ഫിഷും ഇവിടെ കിട്ടും. അപ്പോൾ അതാണ് ഈ ഫിഷിൻ്റെ സെക്ഷൻ. പിന്നെ ഇതൊക്കെ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ സെക്ഷനാണ്. അവരെന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്, നല്ല ടേസ്റ്റിയാണ്, സൂപ്പറായിട്ട് ഫുഡാണ്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറൊക്കെ ഉണ്ട്. അടിപൊളി ഫുഡാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ നാടൻ ഫുഡ്, അതായത് കപ്പ, മീൻകറി, ഞണ്ട് കറി, അങ്ങനത്തെ ഒരുപാട് സെക്ഷൻസാണ്. നല്ല രസമാണ് അതൊക്കെ. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ അവർ നമുക്ക് പാക്ക് ചെയ്ത് തരും. ഇത് പറഞ്ഞാൽ ഹൽവ സെക്ഷൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ കാണുന്ന ഹൽവാസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, സെയിം ഹൽവ തന്നെയാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കുകയാണ്. പലതരം പൊടികളും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ അരിയൊന്നും ഇവിടെ നിന്നല്ല വാങ്ങാറ്, നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങാറ്. അപ്പം ജസ്റ്റ് നോക്കുകയാണ് അതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ അമലേട്ടൻ നേരത്തെ പ്രിപ്പയർ ചെയ്യാൻ കൊടുത്ത് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ബില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് കൗണ്ടേഴ്സ് ഉണ്ടെങ്കിലും എല്ലാ കൗണ്ടേഴ്സും എപ്പോഴും ഫുള്ളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തിരക്ക് കുറഞ്ഞ കൗണ്ടർ ഏതാണൊക്കെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അവർ ബില്ലടക്കാണ്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. അതിനുശേഷം ഞങ്ങൾ പോയത് ഈ ഒരു കടയിലേക്കാണ്. ഈ കടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഐറ്റംസ് നമ്മൾ വേണ്ട ക്വാണ്ടിറ്റി അവർ മെഷർ ചെയ്ത് തരും. നമ്മൾ നാട്ടിലൊക്കെ ഇല്ല പോലെ തന്നെ. അപ്പോൾ അവിടെ നല്ല മിച്ചറൊക്കെ കണ്ടപ്പോൾ ഞാൻ അമലേട്ടനോട് പറയണൊക്കെ വേണം മിച്ചർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിച്ചറൊക്കെ. അപ്പോൾ ഞാൻ അമലേട്ടനോട് പറയണൊക്കെ അത് വാങ്ങിച്ചു തരണം എന്നൊക്കെ. അപ്പോൾ അവരുടെ അതൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഈ കട പറയുമ്പം എനിക്ക് നാടാണ് ഓർമ്മ വന്നത്. കാരണം നമ്മൾ നാട്ടിലൊക്കെ ഒരു കടയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു സ്മെല്ല്, കുറേ പൊടികളുടെയും അരിയനൊക്കെ ഒരു സ്മെല്ല്. അപ്പോൾ നാട് നന്നായിട്ട് മിസ് ചെയ്തത് കടയിൽ എത്തിയപ്പോൾ. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീക്കിലേക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ ആയി. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെയാണ് നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്നാണ് എപ്പോഴും പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. നല്ലതായിട്ടൊരു വഴി പോയിരുന്നു. ബൈ.